ഹായ് ഹലോ. ഇന്ന് നമുക്ക് നല്ലൊരു റെസിപ്പി കാണാം കേട്ടോ. തക്കാളി വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മളെ കയ്യിൽ ചിലപ്പം വാങ്ങിച്ചിട്ട് തക്കാളിയൊക്കെ ഒരുപാടാകുമ്പോൾ പെട്ടെന്ന് അങ്ങ് കേട് വരുന്ന സാധനമല്ലേ തക്കാളി. ആ ഒരു സമയത്തൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയായിട്ട് ഉണ്ടാക്കുന്നത്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഇനി വൈകുന്നേരം ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടി പറ്റുമേ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിരിക്കും ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കില്ല. നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് 3 നല്ല വലിപ്പമുള്ള തക്കാളി കേട്ടോ. നന്നായിട്ട് കളറുള്ളതും നല്ല പഴുത്ത തക്കാളി ആണെങ്കിൽ നമ്മൾ ഈ റെസിപ്പി നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാകാൻ. അപ്പോൾ നമ്മളിത് അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് നമ്മളിത് പാത്രത്തിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം കേട്ടോ. നമ്മളിതിലേക്ക് പൊടികളൊക്കെ ചേർക്കുന്നുണ്ട്. അതിനൊക്കെ അനുസരിച്ചിട്ടുള്ള ഉപ്പ് വേണം നമ്മൾ ഈ ഒരു സമയത്ത് അതിലേക്ക് ചേർക്കാൻ. അതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ, സാധാ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് എരിവായിപ്പോൾ. അതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞളും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1 ടീസ്പൂണോളം ലെമൺ ജ്യൂസാണ്. അപ്പോൾ ലെമൺ ജ്യൂസും കൂടി ചേർത്തത് കൊണ്ട് തന്നെ ചെറിയൊരു പുളിപ്പുണ്ടാവും കേട്ടോ. തക്കാളിയുടെയും ആ ഒരു ലെമണിൻ്റെ ഒക്കെ പുളിപ്പും കൂടി ആകുമ്പോൾ നല്ല. അപ്പോൾ ഇപ്പം നമ്മൾ ഇതിൽ ചെറുനാരങ്ങ നീരല്ലേ ഒഴിച്ചിട്ടുള്ളത്. ആ ഒരു ചെറുനാരങ്ങയുടെ പുളിപ്പും നമ്മളെ തക്കാളിയുടെ പുളിപ്പൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റായിട്ടും ഉണ്ടാകാൻ. അപ്പോൾ ഇതാ നമ്മൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് 1 കപ്പ് ഗോതമ്പ് പൊടിയും 1 കപ്പ് മൈദയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 കപ്പ് ഗോതമ്പ് പൊടിയും 2 കപ്പ് മൈദയും വെച്ചിട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം. ഇനി ഇതുപോലെ രണ്ടും ഓരോ കപ്പായിട്ടും എടുക്കാം. അതിലേക്ക് ഞാനിപ്പം ചേർത്തിട്ടുള്ളത് 1/2 ടീസ്പൂണോളം കോൺഫ്ലോർ ആണ്. ഇതിൽ നമ്മളിപ്പം കോൺഫ്ലോർ ചേർത്തിട്ടുള്ളത് ചെറുതായിട്ടൊരു ക്രിസ്പി ആയിട്ട് കിട്ടാനാട്ടോ. നമ്മൾ വെറും ആട്ടയും മൈദയും മാത്രം വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് ഇത് ക്രിസ്പി ആയിട്ട് കിട്ടും, നല്ല സോഫ്റ്റ് ആയിട്ടാട്ടോ ഉണ്ടാകാൻ. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം കോൺഫ്ലോർ ചേർത്തുകൊണ്ട് ചെറുതായിട്ടൊരു ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിത് ആ ഒരു പൊടിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തി മാവിനേക്കാളും ചെറുതായിട്ട് ലൂസായിട്ടാട്ടോ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഓയിലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് അപ്പം തന്നെ ഉണ്ടാക്കിയിട്ടെടുക്കാം കേട്ടോ. ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഒന്നും കൂടി കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. അപ്പം കുറച്ച് മൈദയോ ആട്ടപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് മാവ് എടുത്ത് വെക്കുന്നുണ്ട്. നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവിനെ വെച്ചിട്ട് നമ്മൾ 2 പീസാക്കിയിട്ട് മാറ്റിയെടുക്കാം കേട്ടോ ചെയ്യുന്നത്. ഓരോ പീസായിട്ട് നമ്മൾ പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നെടുത്തിട്ട് നമ്മളിത് ഇതുപോലൊന്ന് ബോൾസ് ആക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും പൊടിയാക്കി കൊടുത്തിട്ടാണ് നമ്മൾ പരത്തിയെടുക്കുന്നത്. കാരണം നമ്മൾ ലൂസായിട്ടുള്ള മാവ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം പൊടിയിട്ട് വേണം നമ്മളിത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നന്നായിട്ട് പരത്തിയെടുക്കാം. നമ്മൾക്ക് പൂരിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു വലുപ്പത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരുമിച്ചിട്ട് നമുക്ക് പരത്തിയെടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ എടുക്കാം കേട്ടോ. ഇതാണ് ഒന്നുകൂടി നല്ലത്. അപ്പോൾ അധികം കട്ടിയില്ലാതെ എന്നാൽ അധികം നൈസ് ആക്കാതെ നമുക്ക് ഇതുപോലെ റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. പൂരിയുടെ ആ ഒരു പാകത്തിനാണ് ഇതിപ്പം പരത്തിയെടുത്തിട്ടുള്ളത്. അധികം തടിയുമില്ല എന്നാൽ അധികം നൈസും അല്ല കേട്ടോ. അപ്പോൾ നമ്മളിത് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി കൊടുക്കാം. അങ്ങനെ ആകുമ്പം ഇത് പൊങ്ങി വരില്ല. അല്ലാന്നുണ്ടെങ്കിൽ പൂരി പോലെ നന്നായിട്ട് പൊങ്ങി വരും, ക്രിസ്പി ആയിട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് അങ്ങോട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ബാക്കി വരുന്ന മാവൊക്കെ വേസ്റ്റ് ആവില്ല. നമുക്ക് വീണ്ടും ഒന്നുകൂടി ഒന്ന് പരത്തിയിട്ടെടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ ബാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവും കൂടി ഉണ്ട്. അതും ഇതൊക്കെ കൂടി നമുക്ക് ഒന്നുകൂടി ഒന്ന് പരത്തിയെടുത്താൽ മതിയേ. അപ്പോൾ ഇതാ നമ്മൾ അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ചൂടായിട്ടുള്ള ആ ഒരു എണ്ണയിലേക്കാണ് ഇട്ടെടുക്കുന്നത്. ഫ്ലെയിം ഒട്ടും കുറച്ച് വെച്ച് വെക്കേണ്ട ആവശ്യമേ ഇല്ല. ഇതുപോലെ നല്ല ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് കളർ മാറി വരും കേട്ടോ. പെട്ടെന്ന് കളർ മാറി വരും. ആ ഒരു സമയത്ത് തന്നെ അത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ക്രിസ്പി ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് അങ്ങ് മാറ്റി കൊടുത്താൽ മതിയേ. ഒരു സൈഡ് കളർ മാറി വരുമ്പം തന്നെ നമുക്ക് അതിനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു സൈഡും കൂടി ഒന്ന് കളർ മാറും തിരിച്ചും മറിച്ചിട്ട് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉൾഭാഗം പെട്ടെന്ന് കുക്കായിട്ട് കിട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ടാവും. അതുകൊണ്ട് തിരിച്ചും മറിച്ചും ഇങ്ങനെ ഇട്ട് കൊടുത്തോണ്ടേ നിൽക്കാം. അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് കുക്കായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുമേ. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ഭാഗം നമ്മളിത് റെഡിയാക്കി എടുത്തപ്പോൾ നമ്മൾ വീണ്ടും അതിനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 1-2 പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് നല്ല മൊരിഞ്ഞ് നല്ല സ്മെല്ലൊക്കെ വരും കേട്ടോ. നല്ല ഉൾഭാഗം നന്നായിട്ട് കുക്കായിട്ട് ഈ ഒരു പാകത്തിനായി കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. ഒരുപാട് കളർ മാറ്റിയിരിക്കേണ്ട. അപ്പോൾ കഴിക്കുന്ന സമയത്ത് കരിഞ്ഞ ചുവയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ.
അപ്പോൾ ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ളവർക്ക് നമുക്ക് ഇതുപോലെ ഞങ്ങൾ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് കളർ മാറി വരുമ്പോൾ തന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് അങ്ങ് മാറ്റി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല വൈകുന്നേരം ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടി പറ്റുമേ. അപ്പോൾ ഇതുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കറിയൊന്നും ആവശ്യമില്ല കേട്ടോ. കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല കിടിലനായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ പിന്നെ കാണാം. ബൈ, താങ്ക് യു.